ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ കുക്ക് ഫ്രം കേരള. അപ്പോൾ ഇന്നൊരു മുട്ടക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 4 സവോള, 2 പച്ചമുളക്, ഒരു തക്കാളി എന്നിവ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സ്പൂൺ കടുക് യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായി പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഒരു 10 മിനിറ്റ് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും തക്കാളിയും സവോളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് പൊടികളായ ഞാനിവിടെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ മസാല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കൻ മസാല അതുപോലെ ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരല്പം നേരം ഒന്ന് മൂടി വെക്കാവുന്നതാണ്. മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ഉപ്പ് ഇടാവുന്നതാണ്. ഇതിനകത്ത് ഉപ്പില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഉപ്പ് ഇടാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് 2 സ്പൂൺ ഒരല്പം ആവശ്യത്തിന് മാത്രം നോക്കിയതിന് ശേഷം ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട പൊളിച്ച് അതിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും കൂടെ മസാല പിടിക്കും. അങ്ങനെ മുട്ടയെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ആ ചാറ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ എരിവിന് വേണ്ടി മുളക് പൊടി ഇടാത്തത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി നല്ല കട്ടിയാകാനും അതുപോലെ തന്നെ എരിവിനും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കി. കാരണം കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് കയ്പ്പ് ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓഫാക്കി. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്തു.